യുഎഇയിൽ വണ്ടിച്ചെക്ക് നൽകി 40 മില്യൺ ദിർഹത്തിന്റെ ചരക്കുകൾ കൈപ്പറ്റി മലയാളിയുടെ സ്ഥാപനം മുങ്ങിയതായി പരാതി. തങ്ങളെ കബളിപ്പിച്ചെന്ന പരാതിയുമായി 20-ലേറെ കമ്പനികൾ എറണാകുളം സ്വദേശിയുടെ സ്ഥാപനത്തിനെതിരെ രംഗത്തുവന്നു. പെരുന്നാൾ അവധിക്ക് പിന്നാലെ ചെക്കുകൾ മടങ്ങാൻ തുടങ്ങിയപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് കമ്പനി ഉടമയും ജീവനക്കാരും വൻതുകയുടെ ചരക്കുമായി മുങ്ങിയതായി സൂചന ലഭിച്ചത്. ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏകദേശം 40 മില്യൺ ദിർഹംസിന്റെ സാധനങ്ങളാണ് അവർ ഇവിടുന്ന് കടത്തിയിട്ടുള്ളത്. ഇതൊരു ഓർഗനൈസ്ഡ് സ്കാമാണ്. ദുബൈയിൽ മില്യൺ കണക്കിന് ദിർഹമിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ചെക്ക് നൽകി പറ്റിച്ച് ഒരു മലയാളി നേതൃത്വം നൽകുന്ന കമ്പനി മുങ്ങിയെന്ന പരാതി ഉയരുകയാണ്. മലയാളികൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. മുഹമ്മദ് ചെറിയാണ്. മുഹമ്മദ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്? അതായത് ഇവർ ഇനീഷ്യൽ സ്റ്റേജിൽ കമ്പനികളിൽ നിന്നും ഓരോരോ സാധനങ്ങൾ ക്യാഷിന് പർച്ചേസ് ചെയ്തിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം അതാത് കമ്പനികളിൽ നിന്ന് PDC അടിസ്ഥാനത്തിൽ പർച്ചേസ് നടത്തിയിട്ട് ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചെക്കുകളും റിട്ടേൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര തുകയുടെ സാധനങ്ങളാണ് ഇവർ കടത്തിയിട്ടുള്ളത്? ഇത് ഏകദേശം പല പത്രങ്ങൾ പ്രകാരമുള്ള കണക്കനുസരിച്ച് ഖലീജ് ടൈംസ് പോലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കണക്കനുസരിച്ച് ഏകദേശം 40 മില്യൺ ദിർഹംസിന്റെ സാധനങ്ങളാണ് അവർ ഇവിടുന്ന് കടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് 400 ലക്ഷം ദിർഹം. അതെ. ആ ഒരു രൂപത്തിലാണ് അവർ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇതേ കമ്പനിയുടെ തട്ടിപ്പിനിരയായ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃശ്ശൂർ സ്വദേശിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് മുഖം കാണിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. എങ്ങനെയാണ് ഇവർ നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നേടിയെടുത്തത്? ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാമാണ്. ഇതൊരു ഓർഗനൈസ്ഡ് സ്കാമാണ്. ഇത് എൻ്റെ ഒരു സെയിൽസ്മാനാണ് ആദ്യം ഇവർ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സെയിൽസ്മാൻ ഓൾറെഡി ഇവരുടെ ഓഫീസിൽ പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇയാളെ ഓഫീസിലുള്ള ഈ സെയിൽസ്മാൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ് ഇവരായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു കേസിൽ ഞങ്ങൾ ക്രെഡിറ്റോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ലാതെ കൊടുക്കാറില്ല. പക്ഷേ ഈ സെയിൽസ്മാൻ അയാൾ കൺവിൻസ് ചെയ്തു ഇവരുടെ കമ്പനിയുടെ സ്റ്റാറ്റസ്. അത് പിന്നെ സെയിൽസ്മാൻ ഓൾറെഡി ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു മൾട്ടിനാഷണൽ സെറ്റപ്പിലുള്ള ഒരു ഓഫീസായിരുന്നു. പിന്നെ അവരുടെ ബിഹേവിയർ ഭയങ്കര അധികം പൊളൈറ്റ് ആയിരുന്നു. പിന്നെ ഈ കൺസേൺഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ പറ്റി പരിചയമുള്ള ഒരാളെ പോലെയാണ് അവർ സംസാരിച്ചിരുന്നത്. ഫൈനലി അവർ അഡ്വാൻസ് പേയ്മെൻ്റാണ് ഫസ്റ്റ് പർച്ചേസിന് അയാൾക്ക് കൊടുത്തത്. പിന്നത്തെ 2-3 തവണ ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് സ്ട്രക്ചർ ആയിരുന്നു. ഫൈനലി ഇതൊരു PDC ഫോർമാറ്റിലേക്ക് ഒരു 15 days PDC വേണമെന്ന് പറഞ്ഞ രീതിയിലേക്ക് പോയി. അതാണ് ആ ഒരു 3 ചെക്കാണ് നമുക്ക് പ്രോബ്ലം വന്നത്. ഞങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം ടിക്കറ്റ് സപ്ലൈ ആയിരുന്നു ഈ മാക്സ് ഗ്ലോബ് ടെക്നോളജീസിന് കൊടുത്തേക്കുന്നത് ടിക്കറ്റ്സ്. എത്ര കാലമായിട്ട് അവരായിട്ട് ഇടപാടുകൾ ഉണ്ടായിരുന്നു? മാക്സിമം 2 months. മെയിൽ തുടങ്ങിയത് കോൺടാക്ട്. അവരുടെ കമ്പനിയിൽ നിന്ന് ഒരാൾ ഞങ്ങളെ വിളിച്ചായിരുന്നു, ചോദിച്ചു ഇങ്ങനെ ടിക്കറ്റ് തരാൻ പറ്റുമോ എന്ന്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയത്. പിന്നെ കോൺട്രാക്ട് ഉണ്ടാക്കി, ക്രെഡിറ്റ് നോട്ട് ഉണ്ടാക്കി, ക്രെഡിറ്റ് കോൺട്രാക്ട് ഉണ്ടാക്കി, പിന്നെ തുടങ്ങി അവരുടെ ബുക്കിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ കമ്പനിക്ക് മാത്രം എത്രമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? അവരുടെ ഇൻവോയ്സ് വാല്യൂസ് 69,000. ഇതിൽ 100% ഓണർഷിപ്പുള്ള ഒരു കമ്പനിയാണ് മാക്സ് ഗ്ലോബ് ടെക്നോളജീസ് LLC എന്നാണ് പേര്. ഹുദൈബയിലാണ് ഓഫീസുള്ളത്. 2 ഫ്ലോർ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനി കിരൺ ഷെൽട്ടൺ കാരി എന്ന പേരിൽ ഒരാളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം വർക്ക് ചെയ്തിരുന്ന ആയിട്ടുള്ള ആളുകളൊക്കെ മലയാളികളായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ അവർ പർച്ചേസ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ടത് ഫേക്ക് ഐഡന്റിറ്റിയിലുള്ള ആളുകളെ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരും മലയാളികളെ അല്ല, അവർ മറ്റു രാജ്യക്കാർ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എത്ര കമ്പനികൾ താങ്കളുടെ അറിവിൽ ഇവരുടെ ഇരകളായിട്ടുണ്ട്? അറിയുന്ന ആൾക്കാർ ഒരു 18-20 കമ്പനീസ് പേഴ്സണലായിട്ട് എനിക്കറിയാം. ഇനിയുണ്ട് കുറേ കമ്പനീസ് ഉണ്ട് ഇവരുടെ എഫക്റ്റ് ആയിട്ടുള്ള. പെരുന്നാൾ അവധിക്കിടെ ബാങ്കിൽ സമർപ്പിച്ച ചെക്കുകൾ മടങ്ങിയപ്പോഴാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പല കമ്പനികളും മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ കമ്പനികൾ ഈ സ്ഥാപനത്തിനെതിരെ രംഗത്ത് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇരകൾ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.